തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ വ്യാജ പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസെടുക്കും. SC/ST കമ്മീഷനാണ് ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. പീഡനത്തിനിരയായ ബിന്ദുവിന്റെ പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവ്. റിനു ശ്രീധരൻ വിശദാംശങ്ങളുമായി. റിനു, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അനുജ, തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയായിട്ടുള്ള ബിന്ദു എന്ന ദളിത് സ്ത്രീക്ക് മാനസികമായി വലിയ പീഡനം ഏൽക്കേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിന്ദു SC/ST കമ്മീഷനും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. വാർത്ത വലിയ രീതിയിൽ വിവാദമായതോടെ SIക്കും അതുപോലെ തന്നെ ASI ഉൾപ്പെടെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ SC/ST കമ്മീഷൻ ബിന്ദുവിൻ്റെ പരാതിയിൽ ഈ ബിന്ദുവിനെതിരെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്നലെയാണ് SC/ST കമ്മീഷൻ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാരണം ഇത്തരമൊരു വ്യാജ പരാതിയാണ്. ഇത് സ്ഥിരീകരിക്കാതെ, അല്ലെങ്കിൽ ഈ മാല മോഷണം പോയെന്ന് സ്ഥിരീകരിക്കാതെ ഇത്തരമൊരു പരാതി നൽകുകയും സാധാരണക്കാരിയായ വീടുകളിൽ ജോലി ചെയ്ത കുടുംബം പുലർത്തുന്ന ബിന്ദുവിന് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കേസെടുക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് SC/ST കമ്മീഷൻ നിരീക്ഷിച്ചത്. തുടർന്ന് പേരൂർക്കട SHOയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയായ, അതായത് വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കേസെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചത്. ആ സംഭവത്തിലാണ് വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ SC/ST കമ്മീഷന്റെ ഉത്തരവ്.